ഗുഡ് മോർണിംഗ്. എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മൾ സർക്കിളിനെ പറ്റി ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ന് സർക്കിളിനെ പറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. ഇൻ ദ ഫിഗർ 0, 6 and 8, 0 are the coordinates of A and B. A circle of diameter AB is drawn. ഇതുണ്ടോ, രണ്ട് കോർഡിനേറ്റ്സ് ആണ് എയും ബിയും. 0, 6, 8, 0. എ ബി എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡയമീറ്റർ ആണ്. ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുവാണ്. എ ബി ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ അപ്പൊ ഇങ്ങനെ വരുമല്ലോ. എ ബി ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാണാൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. അപ്പം സെന്റർ കണ്ടുപിടിക്കാൻ ഇവിടെ ഡയമീറ്റർ ഉണ്ട്. ഡയമീറ്ററിന്റെ സെന്റർ ആണല്ലോ നമ്മുടെ സർക്കിളിന്റെ സെന്റർ ആണല്ലോ. അപ്പൊ ഞാൻ അതിന് പോയിന്റ് പി എന്ന് കൊടുക്കാൻ പോവാണ്. അപ്പൊ മിഡ് പോയിന്റ് കണ്ടാൽ മതി അല്ലേ? പി ഈസ് ഈക്വൽ ടു മിഡ് പോയിന്റ് എന്ന് എഴുതാം. മിഡ് പോയിന്റ് പി ഈസ് ഈക്വൽ ടു മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്നാ? x1 plus x2 by 2 y1 plus y2 by 2 is equal to, നമ്മൾ x1 y1 കൊടുത്തില്ല, നമുക്ക് കൊടുക്കാം. എക്ക് എന്നാ കൊടുത്തുകോ? x1 y1. ബിക്ക് എന്നാ കൊടുക്കുന്നു? x2 y2. ഓക്കെ, ഇനി x1 എത്രയാണ്? a എത്രയാണ്? 0 പ്ലസ് x2 എത്രയാ? 8 by 2. y1 എത്രയാണ്? 6 പ്ലസ് y2 0 by 2. 0 plus 8, 8 by 2. 6 plus 0, 6 by 2. കാൽക്കുലേഷൻ ചെയ്യുമ്പം നമുക്ക് എന്നാ കിട്ടും? ഇവിടെ 4 എന്നും കിട്ടും, ഇവിടെ 3 എന്നും കിട്ടും. അപ്പൊ കോർഡിനേറ്റ്സ് ഓഫ് പി എത്രയാണ്? 4, 3. സിമ്പിൾ ആയിട്ട് കണ്ടോ. ഇവിടെ ചോദിച്ചതിനായിരുന്നു ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് ദ സർക്കിൾ. സെന്റർ എന്ന് പറഞ്ഞാൽ, സർക്കിളിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിന്റെ സെന്റർ ആയിരിക്കും സർക്കിളിന്റെ സെന്റർ. അപ്പൊ നമുക്ക് അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ റേഡിയസ്. റേഡിയസ് എവിടുന്നാണ് തുടങ്ങുന്നത്? സെന്റർ, അതായത് ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്. അപ്പം നമ്മള് ഇതിന്റെ സെന്റർ പി എന്ന് കിട്ടിയെങ്കിൽ പി എ എന്ന് പറയുന്നതും പി ബി എന്ന് പറയുന്നതും എന്താണ്? റേഡിയസ്. അപ്പൊ ഒന്നി പി യുടെ ലെങ്ത് കണ്ടുപിടിക്കുക, പി ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കുക. നമുക്ക് എത്രയാണ് കിട്ടിയത്? പി എത്ര കിട്ടിയായിരുന്നു? 4 എന്നും 3 എന്നും. 4 and 3 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ആദ്യം ഞാനൊന്ന് വരയ്ക്കുവാണ്. നമുക്ക് അപ്പൊ എ പിയുടെ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? എ പി അല്ലെങ്കിൽ ബി പി, അത് നിങ്ങളുടെ ഇഷ്ടം. A06, പി എന്ന് പറയുന്നത് 4, 3. ഇവിടെ ഞാൻ x1 y1 x2 y2 ഇവർക്കാണ് ഇപ്പൊ പേര് കൊടുത്തിരിക്കുന്നത്. x2 y2 എന്ന് കൊടുത്തത്, അതാണ് സെപ്പറേറ്റ് എടുത്ത് എഴുതുന്നത് കേട്ടോ. x2 y2 നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബി ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ p2 y2 കൊടുക്കുവാണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്നാണ്? √(x2 - x1) the whole square plus y2 - y1 the whole square is equal to x2 എത്രയാണ്? 4 - 0 the whole square പ്ലസ് എത്ര വരും? y2 3 - 6 the whole square is equal to 4 ന്ന് 0 പോകെ എത്രയാണ്? 4 തന്നെ. 4ന്റെ സ്ക്വയർ പ്ലസ് ഇനി 3 - 6 എന്നാ പറഞ്ഞത്. 3 - 6 എന്ന് പറഞ്ഞാൽ വലുതിന്ന് ചെറുത് കുറയ്ക്കുക. 6 ന്ന് 3 കുറയ്ക്കുമ്പോൾ 3. ഇവിടെ വലുതിന്റെ സൈൻ ആരാണ്? 6 ആണ് വലുത്. 6ന്റെ സൈൻ എന്നാണ്? മൈനസ്, അതുകൊണ്ട് -3 the whole square. മനസ്സിലായല്ലോ? നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പ്ലസും മൈനസും വന്നാൽ 3 ഇവിടെ പ്ലസ്, 6 ഇവിടെ മൈനസ്. പ്ലസും മൈനസും വന്നാൽ എന്ത് ചെയ്യും? മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ കണ്ടോ. 6 ന്ന് 3 മൈനസ് ചെയ്തു, വലുതിന്റെ സൈൻ 6ന്റെ 6 മൈനസ് ആണ് കൊടുത്തു. ഇസ് ഈക്വൽ ടു √4ന്റെ സ്ക്വയർ എത്രയാണ്? 16. 3യുടെ സ്ക്വയർ എത്രയാണ്? 9. -3യുടെ സ്ക്വയർ ആണ്. അപ്പം മൈനസും സ്ക്വയർ ചെയ്യണം, 3യും സ്ക്വയർ ചെയ്യണം. മൈനസ് സ്ക്വയർ ചെയ്യുമ്പോൾ എന്നാ വരും? പ്ലസ്. 3 സ്ക്വയർ ചെയ്യുമ്പോൾ 9 is equal to √25 is equal to 5 യൂണിറ്റ്. സിമ്പിൾ ആണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. ഈ പ്ലസും മൈനസും ഒക്കെ വരുമ്പോൾ അതിനെ സ്ക്വയർ ചെയ്യുന്നത്, അതിനെ പ്ലസ് ചെയ്യുന്നത്, മൈനസ് ചെയ്യുന്നത്, ഞാനിത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. നോക്കിയേ, ഒരു പ്ലസും ഒരു മൈനസും കൂടെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്തിട്ട് ലാർജർ സൈൻ കൊടുക്കുക. ആരുടെ കൂടെയാണ് വലിയ സൈൻ കിടക്കുന്നത്? ഏതാണ് വലുത്
അവരുടെ സൈൻ എന്താണോ അത് കൊടുക്കുക. പ്ലസ് ആണ് പ്ലസ്, മൈനസ് ആണ് മൈനസ്. രണ്ട് മൈനസ് വന്നാലോ ആഡ് ചെയ്തിട്ട് എന്ത് സൈൻ കൊടുക്കണം? മൈനസ് സൈൻ കൊടുക്കണം. മൈനസ് സൈൻ കൊടുക്കണം. രണ്ട് പ്ലസ് വന്നാൽ നിങ്ങൾക്ക് അറിയാം എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് പ്ലസ് സൈൻ. ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇത് നമ്മൾ അഡീഷന്റെ സബ്ട്രാക്ഷന്റെ കേസിൽ വരുന്നതാണ്. നിങ്ങളൊന്ന് എഴുതിയിട്ടേക്കണം. എവിടെയെങ്കിലും നിങ്ങൾക്ക് നോക്കാൻ എളുപ്പത്തിന് വേണ്ടി നിങ്ങളൊന്ന് എഴുതിയിട്ടേക്കാം. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നെങ്കിൽ പ്ലസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്ത് ചെയ്യും? പ്ലസ്. മൾട്ടിപ്ലിക്കേഷൻ നടത്തുക, ആൻസർ പ്ലസ്. രണ്ട് മൈനസ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സൈൻ എന്നാകും? പ്ലസ് വരും. ഒരു പ്ലസും ഒരു മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്നായിരിക്കും വരുന്നത്? മൈനസ്. ഇവിടെ എല്ലാം എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം സൈൻ ഇതായിരിക്കും കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? പ്ലസ് പ്ലസ് വന്നാൽ പ്ലസ് തന്നെ. രണ്ട് മൈനസ് വന്നാൽ അത് പ്ലസ് ആകും. ഒരു പ്ലസും മൈനസും വന്നാൽ ഇത് മൈനസ് ആകും. അപ്പൊ ഇതിവിടെ ശ്രദ്ധിക്കണം. ഇതുണ്ട്, അതാണ് ഇവിടെ വന്നത്. -3 സ്ക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ -3 × -3 എന്നല്ലേ? അപ്പൊ കണ്ടോ, രണ്ട് മൈനസ് വരുമ്പോൾ ആൻസർ എന്നായിട്ട് മാറും? +3 ആയിട്ട് മാറും. അങ്ങനെയാണ് നമുക്കിവിടെ +9 എന്ന് വന്നത്. ഇത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സിമ്പിൾ ആണ്. ഇത് ഡിസ്റ്റൻസിന്റെ ഫോർമുല ആയിരുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ നമുക്ക് ഇച്ചിരി ചെയ്യാനുണ്ട്. ചോദിച്ചിരിക്കുന്നതാണ് വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ ഇക്വേഷൻ ഉണ്ട്. അതായത് ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെന്റർ പോയിന്റ്, അതായത് നമ്മൾ AB എന്ന് എടുക്കുന്നു, റേഡിയസ് 6 ആണെങ്കിൽ ആ സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x - a the whole square plus y - b the whole square is equal to r square. ഇതാണ് സർക്കിളിന്റെ ഫോർമുല. കാണാൻ പഠിക്കണം. x - a the whole square plus y - b the whole square is equal to r square. ഇവിടെ AB എന്ന് പറയുന്ന സർക്കിളിന്റെ സെന്റർ ആണ്. നമുക്ക് ഇവിടെ സർക്കിളിന്റെ സെന്റർ കിട്ടിയിട്ടുണ്ട്. ലിമിറ്റ് പോയിന്റ് നമ്മൾ ഇവിടെ കിട്ടിയത് എത്രയാണ്? ഇവിടെ 4 3 എന്നും നമുക്കിവിടെ റേഡിയസ് മുമ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. r is equal to 5 യൂണിറ്റ് എന്ന് നമ്മളിപ്പോൾ സെക്കൻഡിൽ ചെയ്തെടുത്തതായിരുന്നു. ഇത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇച്ചിരി ഉണ്ട് ചെയ്യാൻ. നോക്കാം. x - a എത്രയാണ്? 4 the whole square plus y - b എത്രയാണ്? the whole square is equal to r എത്രയാണ്? 5 square. ഇത് നോക്കിയേ, x - 4 the whole square. നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ വരുവാണ്. ഏത് ഇക്വേഷൻ ആണ്? a - b the whole square is equal to a squared minus 2ab plus b square. ഓർക്കുന്നുണ്ടോ ഇത് എല്ലാവരും? നമ്മൾ ഒത്തിരി പഠിച്ചത് ഇത്. a - b the whole square is equal to a square minus 2ab plus b square. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുവാണ്. ഇതായിരിക്കും നമ്മുടെ a, ഇതായിരിക്കും നമ്മുടെ b. അപ്പം x - 4 the whole square എന്നുള്ളത് എന്തായിട്ട് മാറും? ആദ്യം എന്ത് എഴുതണം? ഇതല്ലേ a, ഇത് b. a സ്ക്വയർ എത്ര വരും? a എന്ന് പറയുന്നത് എന്നാണ്? x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു a എത്രയാണ്? x ഇൻറ്റു b എത്രയാണ്? 4 പ്ലസ് b സ്ക്വയർ. b എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ. ഇതിനൊന്ന് ബ്രാക്കറ്റ് ഇത് മാറ്റിക്കേ. 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4 എത്രയാ? 4 ഇൻറ്റു 2 8x പ്ലസ് 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. ഇതിന്റെ കിട്ടി. ഓക്കെ, ഇതിവിടെ കിടക്കട്ടെ. ഇനി നമ്മൾ അടുത്ത ഭാഗം ചെയ്യാൻ പോവാണ്. ഏതാണ്? y - b the whole square. അല്ല, y - 3 the whole square. സെയിം തന്നെ. y - 3 the whole square is equal to y square minus, അതായത് a square minus 2 ഇൻറ്റു a എന്നാണ്? y ഇൻറ്റു b 3 പ്ലസ് b സ്ക്വയർ is equal to, ഇത് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും ഞാൻ പറയുകയാണ്. y സ്ക്വയർ ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്താൽ 3 ഇൻറ്റു 2 മൈനസ് 6y പ്ലസ് 3യുടെ സ്ക്വയർ 9. ഇത് രണ്ടെണ്ണം കിട്ടി. അപ്പൊ നമുക്ക് എന്നാ ചെയ്യണം? ഇതിന്റെ x - 4ന്റെ സ്ഥാനത്ത് ഇതും y - 3 the whole squareന്റെ സ്ഥാനത്ത് ഇതും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്താ വരുന്നത്? ആദ്യം എന്നായിരുന്നു? ഇവിടെ ഒന്ന് എഴുതാം. x - 4 the whole square plus y - 3 y - 3 the whole square is equal to 5 square എന്നാണ് കാണുന്നത്. x സ്ക്വയറിന്റെ സ്ഥാനത്ത് എന്നാ വരുന്നത്? x സ്ക്വയർ മൈനസ് 8x പ്ലസ് 16 ഇത് വരണം പ്ലസ്. ഇനി ഇതിന്റെ ആൻസർ എന്നാണ്? y സ്ക്വയർ മൈനസ്
6y plus 9 is equal to എന്താണ് is equal to എന്താണ് r square r എത്രയാ 25 5ന്റെ സ്ക്വയർ 25 നമ്മൾ കിട്ടിയ ആൻസർ എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഒരുമിച്ച് എഴുതാൻ പോണേ എക്സ് സ്ക്വയർ അത് കഴിഞ്ഞ് സ്ക്വയർ എല്ലാം നമ്മൾ അടുപ്പിച്ച് എക്സ് സ്ക്വയർ ഉണ്ട് പിന്നെ വൈ സ്ക്വയർ ഉണ്ട് അതെടുത്ത് എഴുതി വൈയുടെ തന്നെയാണ് പ്ലസ് വൈ സ്ക്വയർ. ഇനി ആദ്യം എക്സ് എഴുതുക ഏതാ -8x അവിടെ സൈൻ സഹിതം എഴുതണം പിന്നെ വൈ എഴുതാം -6y പിന്നെ ഉണ്ട് +16 + 9 is equal to 25 x square plus y square minus 8x minus 6y ഇത് രണ്ടും കൂട്ടുമ്പോൾ എത്ര വരും 16 plus 9 plus 25 is equal to 25 നമുക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ is equal to 0 എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 25നെ കൂടെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുവാണ് x square plus y square minus 8x minus 6y plus 25 ഈ 25 ഇപ്പുറത്ത് വരുമ്പോൾ എന്നായിട്ട് മാറും ഇത് +25 വരുന്നല്ലേ ഇപ്പുറത്ത് വരുമ്പോൾ നമ്മൾ ഒരു സൈൻ മാറും അതെന്തായിട്ട് മാറും -25 is equal to 0. അപ്പൊ എന്താണ് x square plus y square minus 8x minus 6y plus 25 minus 25 പ്ലസും മൈനസും വന്നാൽ മൈനസ് ചെയ്തേണം മൈനസ് ചെയ്തേ 25 25 പോകെ 0 അവിടെ പ്രത്യേകിച്ച് എടുത്ത് എഴുതേണ്ട ആവശ്യമുണ്ടോ ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് പോയി is equal to 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ x square plus y square minus 8x minus 6y is equal to 0. ഇത് ഇങ്ങനെ ഒത്തിരി സ്റ്റെപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ ഇവിടെ വെച്ച് വേണമെങ്കിൽ തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഓരോന്നും എങ്ങനെയാണ് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോയത് എടുത്തതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഓരോന്ന് സ്റ്റെപ്പായിട്ട് എഴുതിയത്. മനസ്സിലായല്ലോ x - 4 the whole square ഇതാണ് നമ്മുടെ ഫോർമുല. ആ ഫോർമുലയ്ക്കകത്തോട്ട് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് കൊടുത്ത് ആദ്യം സ്ക്വയർ ഉള്ളത് എഴുതുക പിന്നെ സ്ക്വയർ ഇല്ലാത്ത എഴുതുക പിന്നെ സംഖ്യകൾ ഉണ്ടെങ്കിൽ അത് എഴുതുക is equal to 0 എന്ന് എഴുതണം. ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലെ ഡിഫിക്കൽട്ട് ഒന്നും ഇല്ല പക്ഷെ ഒന്ന് ചെയ്ത് നോക്കുക ചെറുതായിട്ട് കൺഫ്യൂസ്ഡ് ആകാൻ സാധ്യതയുണ്ട് പക്ഷെ ഇത് സിമ്പിൾ ആണ് നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ് ഫോർമുലയൊക്കെ നിങ്ങൾ ഇതുപോലെ എക്സ്പാൻഡ് ചെയ്ത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നാലും ഒരു 2 പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ താങ്ക് യു.